സോ A1 വെച്ചിട്ട് ജർമ്മനിയിൽ ഞാൻ എങ്ങനെ ഒരു പാർട്ട് ടൈം കണ്ടുപിടിച്ചെന്നുള്ളത് പറയാം. ഇത് ആക്ച്വലി ഒരു കോമഡി സംഗതിയാണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കൊരു ഒരു ഭയമോ ഒരു അത്ഭുതമോ ഉളവാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഈ A1 വെച്ചിട്ട് നമുക്കറിയാം വലുതായിട്ട് നമ്മൾ ജർമ്മൻ സംസാരിക്കാനായിട്ട് കേപ്പബിൾ ആവത്തില്ല. കാര്യം അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ലെവലാണ്. ഇപ്പം ജർമ്മൻ പഠിക്കുന്നവർക്ക് അതറിയാം. ഇത് ഞാൻ പാർട്ട് ടൈം എന്നെ സംബന്ധിച്ച് ഭയങ്കര ആവശ്യമായിരുന്നു. ഫൈനാൻഷ്യലി എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നാൽ പുറത്തോട്ട് ഇറങ്ങി ഏതെങ്കിലും ഒരു കടയിൽ പോയി സംസാരിക്കാമെന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ പോലെ 8 വർഷം മുമ്പ് ഇപ്പോഴത്തെ പോലെ അത്രയും ഇംഗ്ലീഷ് ഒന്നും ഉപയോഗിക്കത്തില്ല. അപ്പം ജർമ്മൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിരുന്ന് നന്നായിട്ട് ഒന്ന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയും ജർമ്മൻ എനിക്ക് പഠിച്ചെടുക്കണം. കാര്യം എനിക്ക് അത്രയും ആവശ്യബോധം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഈ സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ആണെങ്കിലും ഈ കടയിൽ പോയി ജോലി ചോദിക്കുന്ന സംഗതികളൊക്കെ ആണെങ്കിലും ഞാൻ ഇരുന്ന് കാണാതെ പഠിക്കും കുറേ ഡിഫറെൻറ്റ് സംഗതികൾ. ഇപ്പം ഞാൻ ഫസ്റ്റ് എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോയി കാണാതെ പഠിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യും. ഇതിനകത്തുനിന്ന് എന്താണോ പോസിബിൾ ഇനി അവരുടെ രണ്ടാമത് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം ഞാൻ തന്നെ മുൻകൂട്ടി കണ്ടിട്ട് അതിനുള്ള ആൻസർ ഈ പറയും പോലെ കാണാതെ പഠിച്ചു വെക്കും. എന്നിട്ട് അവർ ഈ തിരിച്ച് ചോദിക്കുമ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും 1-2 വാക്ക് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ വാക്ക് വെച്ചിട്ട് തിരിച്ച് ഞാൻ ഈ പഠിച്ചു വെച്ചേക്കുന്ന സംഗതിയിൽ എന്തെങ്കിലും ഒന്നെടുത്ത് പുറത്തോട്ടിടും. അതായിരുന്നു എൻ്റെ ആക്ച്വലി ഉള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് വർക്കൗട്ട് ആയെന്ന് വെച്ചാൽ വർക്കൗട്ടായി. പക്ഷേ അതിനകത്ത് മെയിനായിട്ടുള്ള സംഭവം ശ്രദ്ധിക്കുന്നത്, ഞാൻ ഒരു ഏരിയ ജോലി അന്വേഷിച്ച് പോയതിനകത്ത് ഏകദേശം ഒരു 10-80 കടകളിൽ ഞാൻ കയറി കാണും. ആ 80 കടയിൽ കയറിയിട്ട് ഒരൊറ്റ കടയിൽ നിന്ന് മാത്രമാണ്, ഒരൊറ്റ റെസ്റ്റോറൻറ്റിലാണ് ഞാൻ ഫസ്റ്റ് ജോലി പോകുന്നത്. അപ്പോൾ ഒരൊറ്റ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് എനിക്ക് പാർട്ട് ടൈമിന് അവർ ഓക്കെ നീ വന്നു എന്ന് പറയുന്നത്. അതും ഭയങ്കര കോമഡി എന്ന് പറയാൻ കാര്യം, ആക്ച്വലി അവർ വേറൊരാളിന് വേണ്ടി വെച്ചിരുന്ന ഒരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു. ആ സമയത്ത് അവൻ അൺഫോർച്ചുനേറ്റ്ലി വന്നില്ല. ദൈവം സഹായിച്ച് എൻ്റെ സമയമായതുകൊണ്ട് ഞാൻ ആ സമയത്ത് അറിയാതെ അവിടെ ജോലി ചോദിച്ചു തന്നു. അവർ വിചാരിച്ചു മറ്റേ അപ്പോയിൻമെന്റ് കൊടുത്ത ആളാന്ന് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ പ്രൊബേ ആർബൈറ്റിന് വന്നോളൂ, അതായത് ട്രയൽ വർക്കിന് വന്നോളൂ. അങ്ങനെ ഞാൻ അവിടെ പാർട്ട് ടൈമിന് കയറി ട്രയൽ ചെയ്തു. അങ്ങനെ ഈ പറയും പോലെ എനിക്ക് അവിടെ പാർട്ട് ടൈം കിട്ടി. അപ്പം A1 വെച്ചിട്ടും വേണമെന്ന് വെച്ചാൽ നമുക്ക് ജർമ്മനിയിൽ പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ശരിക്കും ഈ പറയും പോലെ ഒരു ആവശ്യകത വേണം, ആവശ്യബോധം വേണം, നന്നായിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. അപ്പം ഞാൻ പറയുന്നതിൻ്റെ സാരം, നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും.